Good morning. Good morning. Good morning, ma'am. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. വായിച്ചു നോക്കിയില്ലേ? വായിച്ചു നോക്കി. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നോക്കാം കേട്ടോ. 3 types of purchase in hospital. എന്താണ് 3 types? പർച്ചേസിന്റെ 3 ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഭാഗമാണ് കേട്ടോ. എന്താണ്? 3 ഭാഗങ്ങളാണ് പർച്ചേസിനുള്ളത്. ഏതൊക്കെയാണ്? ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്. എന്താ ലോക്കൽ പർച്ചേസ്? എന്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അധികം സൗണ്ട് എടുക്കാറുണ്ട്. ചുമ വരുന്നത് കൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആണ്? എന്താണ് ലോക്കൽ പർച്ചേസ്? വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട് അല്ലെ? ഓക്കെ ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. എന്താണ് ലോക്കൽ പർച്ചേസ്? എന്താ ലോക്കൽ പർച്ചേസ്? എന്താണെന്ന് അറിയോ? ലോക്കൽ പർച്ചേസ്, ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 മിനിറ്റ് കേട്ടോ. പ്രാദേശിക അല്ലെ? നമുക്ക് നോക്കാം ലോക്കൽ പർച്ചേസ് എന്താണെന്ന് കേട്ടോ. എന്താണ്? ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് to buy goods and services which are locally produced rather than those produced in distant places. എന്താ പറയുന്നത്? ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രദേശത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽസ് വാങ്ങുന്നു. ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താണ് നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു. 1 മാസത്തേക്ക് വേണ്ടിയിട്ട് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു എന്താണ് എണ്ണ വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വെളിച്ചെണ്ണ വാങ്ങിക്കാനായിട്ട് മറന്നുപോയി. നിങ്ങൾ എന്ത് ചെയ്യും? കറി വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാം? ദൂരെയുള്ള സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കോ അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലത്ത് പോയി വാങ്ങിക്കോ? എന്താ ചെയ്യാ? അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കോ അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മള് സാധനങ്ങള് പർച്ചേസ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഒരു സാധനം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങൾക്കായിരിക്കും അല്ലെ പ്രിഫറൻസ് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. എവിടെ നിന്നുള്ള ഇത് വാങ്ങിക്കാനായിരിക്കും? എവിടെ നിന്ന് വാങ്ങിക്കാനായിരിക്കും? അടുത്തുള്ള പ്രദേശത്ത് നിന്ന് സാധനങ്ങൾ, അടുത്തുള്ള കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കും കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദൂര, ദൂരെയുള്ള സ്ഥലത്തെക്കാട്ടിലും
കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. എവിടെ? ലോക്കൽ പർച്ചേസിൽ. ക്ലിയർ ആയോ? ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടുത്തുള്ള പ്രദേശത്ത് നിന്ന് നമ്മൾ മെറ്റീരിയൽസ്, നമുക്ക് പെട്ടെന്ന് ഒരു മെറ്റീരിയൽ ആവശ്യമായിട്ട് വന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധനം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ പോയിട്ട് വാങ്ങിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ലോക്കൽ ഏരിയാസിൽ നിന്നായിരിക്കും. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, പർച്ചേസ് ഫ്രം സപ്ലയർ എന്താ പറയുന്നത്? വിതരണക്കാരിൽ നിന്നും വാങ്ങിക്കുന്നു അല്ലെ? സപ്ലയർ എന്ന് പറഞ്ഞാല് സാധനം വിൽക്കുന്നതാണ് അല്ലെ? വിതരണക്കാരിൽ നിന്നും സാധനങ്ങളെ പർച്ചേസ് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. When the purchase order is required by your supplier, it forms a valid agreement between you, the customer, or you, your supplier, to distribute products or provide a service. എന്താ പറയുന്നത്? നമ്മള് വിതരണക്കാരിൽ നിന്നും വാങ്ങിക്കുമ്പോൾ പർച്ചേസ് ഓർഡർ ആർക്കാ കൊടുക്കുന്നത്? വിതരണക്കാരന് കൊടുക്കും അല്ലെ? അപ്പോ നമ്മളും അതുപോലെ നമ്മളെ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? കസ്റ്റമർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ള ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ വാലിഡ് എഗ്രിമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? എന്തൊക്കെ? ഇപ്പൊ നമ്മൾ ഏത് മെറ്റീരിയൽ ആണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സർവീസസ്, ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, ഏത് സർവീസസ് ആണ് അവിടെ കൊടുക്കുന്നത്, അതാണ് ടു ഡിസ്ട്രിബ്യൂട്ട് പ്രോഡക്ട്സ്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് പറഞ്ഞത്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാലിഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. സപ്ലയറും അതുപോലെ തന്നെ കസ്റ്റമറും തമ്മിൽ ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ വാലിഡ് എഗ്രിമെന്റിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്? നമ്മളിപ്പോ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് ഒരു സാധനം കളക്ട് ചെയ്യുന്നതെങ്കിൽ ആ സർവീസ് എന്താണ്, അവർക്ക് കൊടുക്കുന്ന സർവീസ്, അല്ലെങ്കിൽ ഒരു മിഷൻ ആണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ടൈം ഉണ്ടാവും. ആൻഡ് അറ്റ് ദ പ്രൈസ് എന്നാണ് അവിടെ. പ്രൈസ് എഗ്രീഡ്. പ്രൈസ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സി ആക്കണം കേട്ടോ, പ്രൈസ് എന്നാക്കാം. പിന്നെ അത് എന്തൊക്കെ ഈ എഗ്രിമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? ഏത് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് സർവീസ് ആണോ നമ്മൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉണ്ടാവും. അതുപോലെ ടൈം ഉണ്ടാവും, പ്രൈസ് ഉണ്ടാവും. ക്ലിയർ ആയില്ലേ? When you accept the invoice from your supplier, you can go together with it to the order and post it to യുവർ അക്കൗണ്ട്സ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ എഗ്രിമെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. കസ്റ്റമറും ഹോസ്പിറ്റലും ആ വിതരണക്കാരനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ആ എഗ്രിമെന്റിൽ ഏത് പ്രൊഡക്റ്റ് ആണോ ഹോസ്പിറ്റലിന് കൊടുക്കുന്നത്, അതുപോലെ ടൈം, അതുപോലെ എന്താണ് പ്രൈസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് എഗ്രിമെന്റിൽ ഉണ്ടാവുന്നത്. ഇനി എന്താണ്? ഇൻവോയ്സ് ബില്ല് കൊടുക്കും. ഹോസ്പിറ്റലിലേക്ക് ആ സപ്ലയർ എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻവോയ്സ് ബില്ല്. ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബില്ലാണ്. ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? സപ്ലയറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതുപോലെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ബില്ലാണ് ഇൻവോയ്സ് ബില്ല്. ക്ലിയർ ആയോ? ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ലാണ്. ഡീറ്റെയിൽഡ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, പ്രൈസ്, അതുപോലെ എന്ത് പ്രൊഡക്റ്റ് ആണ്, അതിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഇൻവോയ്സ് ബില്ലില് ഉണ്ടാകും. ഇനി ഇൻവോയ്സ് ബില്ലില് എന്താണ്? സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കും അല്ലെ? യു ക്യാൻ ഓർഡർ കൊടുക്കും. ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഇൻവോയ്സ് ബില്ല് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇയാളെ തന്നിരിക്കുന്ന, സപ്ലയർ തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് കറക്റ്റ് ആണോ, പ്രൈസ് കറക്റ്റ് ആണോ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യും. ആൻഡ് ലാസ്റ്റ് ഫൈനൽ എന്താണ്? പോസ്റ്റ് ഇറ്റ്
to your accounts. എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിലെ അക്കൗണ്ട്സിൽ ഇത് രേഖപ്പെടുത്തും. ഈ ഇൻവോയ്സ് ബില്ലിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ഫ്രം സപ്ലയേഴ്സിൽ പറയുന്നത്. പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിതരണക്കാരിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, പർച്ചേസ് ചെയ്തെടുക്കുന്നു. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഈ പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ഈ എഗ്രിമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? എന്ത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ എന്ത് സർവീസ് ആണ് അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ ടൈം ഉണ്ടാവും, പ്രൈസ് ഉണ്ടാവും, പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഉണ്ടാവും. പിന്നെ എന്താണ്? ഒരു ഇൻവോയ്സ് ബില്ല് ഉണ്ടാവും അല്ലെ? ഈ ഇൻവോയ്സ് ബില്ല് സപ്ലയർ നമുക്ക് കസ്റ്റമേഴ്സിന്, ഇപ്പൊ ഹോസ്പിറ്റലാണ് സാധനം വാങ്ങിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലുകാർക്ക് ആ ഇൻവോയ്സ് ബില്ല് കൊടുക്കും. അവര് സപ്ലയർ വിതരണക്കാരൻ എന്ത് ചെയ്യും? ഇൻവോയ്സ് ബില്ല് കൊടുക്കും. ഈ ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ്. പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ബില്ലാണ്. ആ ഡീറ്റെയിൽഡ് ബില്ലിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ്, സപ്ലയറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ്? നമ്മൾ ഓർഡർ കൊടുത്തു, ആ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഓർഡർ സ്വീകരിച്ചു. ആ ഓർഡർ വരുമ്പോ എന്താണ്? അത്രയും ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ കൊണ്ടുവന്നിരിക്കുന്നത്, പ്രൈസ് എങ്ങനെയാണെന്ന് നോക്കും, ക്വാളിറ്റി നോക്കും, ക്വാണ്ടിറ്റി നോക്കും, ഇതൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിലെ അക്കൗണ്ട്സിൽ അത് രേഖപ്പെടുത്തുന്നു. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഇമ്പോർട്ട് പർച്ചേസ്. എന്താ ഇമ്പോർട്ട്? ഇമ്പോർട്ട് എന്താ? എന്താ ഇമ്പോർട്ട്? ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താണ്? ഓക്കെ, ഇറക്കുമതിയാണ് കേട്ടോ. ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമതി. എക്സ്പോർട്ട് എന്താണ്? കയറ്റുമതി. അപ്പോ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി അല്ലെ? ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രി. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു അല്ലെ? എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? ഫോറിൻ കൺട്രീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തോട്ട് ഇറക്കുമതി ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇമ്പോർട്ട് ട്രേഡ് മനസ്സിലായോ? ഫോറിൻ കൺട്രീസിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസുകള് നമ്മുടെ രാജ്യത്തോട്ട് ഇറക്കുമതി ചെയ്യുന്നു. അതിനെയാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് 3 ടൈപ്സ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ലോക്കൽ പർച്ചേസ് ഉണ്ട്, പർച്ചേസ് ഫ്രം സപ്ലയർ ഉണ്ട്, ഇമ്പോർട്ട് പർച്ചേസ് ഉണ്ട്. ക്ലിയർ ആയോ? വായിച്ചു നോക്കി, വായിച്ചു നോക്കട്ടോ. Clear ആയോ? വായിച്ചു നോക്കിയോ? 3 ടൈപ്സ് ഓഫ് പർച്ചേസ്. ഓക്കെ ആണ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് നോക്കട്ടോ. In purchasing, the starting point is the recognition of the needs for a material on a product, vendor or source. Selection has 4 stages. അപ്പോ ഇവിടെ പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. ഇൻ പർച്ചേസിംഗ്, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ റെക്കഗ്നിഷൻ ഓഫ്
the need for the material on a product. അവിടെ വെച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. അത് ഫസ്റ്റ് പോയിന്റ് ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് ആണ് തുടങ്ങുന്നത്. Vendor or source selection has 4 stages. രണ്ട് സെന്റൻസ് ആണ് കേട്ടോ. ഇവിടെ ഒരു സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ആ പ്രൊഡക്റ്റിന്റെ അവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെയാന്ന് പറയുന്നത്, നമ്മളൊരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു മെറ്റീരിയൽസ് എത്രത്തോളം വേണം, മെറ്റീരിയൽസിന്റെ ആവശ്യകത എത്രത്തോളം വേണം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം മെറ്റീരിയൽസ് വേണം എന്നുള്ളത് തിരിച്ചറിയുക. സൗണ്ട് കേൾക്കുന്നുണ്ടോ പുറത്തുനിന്ന്? 1 മിനിറ്റ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 1 മിനിറ്റ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യണം നമുക്ക്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്, പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് എത്രത്തോളം വേണമെന്ന് തിരിച്ചറിയുക. അതാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി എന്താണ്, വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 സ്റ്റേജസ്. അപ്പോൾ നമ്മളൊരു കച്ചവടക്കാരനെ സെലക്ട് ചെയ്യുന്നത് 4 സ്റ്റേജസിലൂടെയാണ്. വെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, കച്ചവടക്കാരൻ. ഈ കച്ചവടക്കാരനെ സെലക്ട് ചെയ്യുന്നത് 4 സ്റ്റേജുകളിലൂടെയാണ്. ഫസ്റ്റ് വൺ എന്താണ്, സർവേ സ്റ്റേജ് ഉണ്ട്, എൻക്വയറി സ്റ്റേജ് ഉണ്ട്, നെഗോഷിയേഷൻ സ്റ്റേജ് ഉണ്ട്, എക്സ്പീരിയൻസ് സ്റ്റേജ് ഉണ്ട്. 4 സ്റ്റേജ് ആണ് ഒരു വെണ്ടറെ സെലക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ്പീരിയൻസ് സ്റ്റേജ്. ഇനി സർവേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഒരു സർവേ നടത്തുന്നത് അറിയില്ലേ, എന്താണ്, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് അല്ലെ, നമ്മ എന്ത് ചെയ്തു, ഒരു റണ്ണിങ് മെറ്റീരിയൽ വേണമെന്ന് വിചാരിക്കും. നമുക്ക് ഒരു നൈറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങുകയാണ് നമ്മള്. അപ്പൊ എന്ത് ചെയ്തു, മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മള്, റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടാണ്. ഇപ്പൊ നൈറ്റി ഒക്കെ ആണെങ്കിൽ എന്താണ്, മെറ്റീരിയൽസ് കൊണ്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോ വെറൈറ്റി ഓഫ് നൈറ്റി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോ റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഹോൾസെയിൽ കടയിൽ നിന്ന് കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആളുകളോട് ചോദിക്കും, ഹോൾസെയിൽ കടയിൽ പോയിട്ട് അവിടെയുള്ള ഓണറോട് ചോദിക്കും, നിങ്ങൾക്ക് തരുമോ, നൈറ്റി തയ്ച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനാണ്, നിങ്ങൾക്ക് ഒരു റണ്ണിങ് മെറ്റീരിയൽ തരുമോ എന്ന് ചോദിക്കും. അപ്പൊ എന്താണ്, 3-4 കടകളിൽ കയറി നമുക്ക് ചോദിക്കും അല്ലെ. അപ്പൊ 2-3 കടകളിൽ കയറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ്, 2-3 1-ഓ 2-ഓ അതിലധികമോ ആളുകളോട് ചോദിച്ച് നമുക്ക് ആവശ്യമായ സാധനം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അവിടെ സർവേ നടത്തുന്നു. 2-3 ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സർവേ നടത്തി സെലക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? ചില ആളുകൾ പറയും തരാൻ പറ്റില്ല, ചില ആളുകൾ പറയും എന്താണ് തരാം എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ തരാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ 2-3 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. അതാണ് സർവേ സ്റ്റേജ്. ഇനി എൻക്വയറി സ്റ്റേജ് അല്ലെ, അന്വേഷണം നടത്തിയിട്ട് എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് അവര് തരുമോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ തരുമോ, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ തരുമോ എന്നുള്ളത് അന്വേഷിക്കുന്നു.
അതാണ് എൻക്വയറി സ്റ്റേജ്, അന്വേഷണം നടത്തുന്ന സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്താ പറഞ്ഞത്? നമ്മൾ ആളുകളോട് മെറ്റീരിയൽസ് തരോ എന്നുള്ളത് 2, 4, 5 കടകളിൽ കയറി ചോദിക്കുന്നു. അതിൽ തരാമെന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ 1, 2 പേരെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവരോട് എൻക്വയറി, അന്വേഷിക്കുന്നു. ഇന്ന ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണോ, അല്ലെങ്കിൽ ഇന്ന പ്രൈസിൽ ഞങ്ങൾക്ക് തരുമോ എന്നുള്ളത് അന്വേഷണം നടത്തുന്നു. അതാണ് എൻക്വയറി സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി എന്താണ്? നെഗോഷിയേഷൻ ആണ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചർച്ച നടത്തുക. വെരി ഗുഡ്. ചർച്ച നടത്തുന്ന സ്റ്റേജ് ആണ് നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം, എക്സെട്ര. അപ്പോ ഈ 3 പേരോട് നമ്മൾ ചർച്ച നടത്തുന്നു അല്ലെ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, 3-4 പേര് നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് മെറ്റീരിയൽ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന 3 പേരോട് നമ്മൾ എന്ത് ചെയ്തു? ചർച്ച നടത്തുകയാണ്. അങ്ങനെ 3 പേരെ സെലക്ട് ചെയ്ത് ഒരാള് നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരാള് ഓക്കെ പറയുകയാണ് അല്ലെ. അങ്ങനെ ഓക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ കൊടുക്കുന്നു. അയാൾക്ക് ഓർഡർ കൊടുക്കുന്നു. അതാണ് നെഗോഷിയേഷൻ സ്റ്റേജ്. അയാളുമായിട്ട് നമ്മൾ കരാറ് ചെയ്യുന്നു. നെഗോഷിയേഷൻ കരാറ് സ്റ്റേജ് ആണ്. അതിനകത്ത് ലീഡ് ടൈം ഉണ്ട് അല്ലെ. ലീഡ് ടൈം എന്താ പറയുന്നത്? ലീഡ് ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ എന്നാക്കണം കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓർഡറിംഗ് ദ മെറ്റീരിയൽ and getting it to the department. ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. അത് ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു മെറ്റീരിയൽസ് ഓർഡർ കൊടുത്തു, അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. മെറ്റീരിയൽ എന്നാക്കണം. ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് it to the department. ലീഡ് ടൈം എന്ന് പറഞ്ഞാല് നമ്മള് സാധനത്തിന് ഓർഡർ കൊടുത്തു, മെറ്റീരിയലിന് ഓർഡർ കൊടുത്തു, അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ആ ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ സുഷ? ഇനി എന്താണ്? എക്സ്പീരിയൻസ് സ്റ്റേജ് ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്തു? എന്താണ്? ഓർഡർ കൊടുത്തു, 3-4 ആൾക്കാരെ സെലക്ട് ചെയ്തു. നമുക്ക് മെറ്റീരിയൽസ് തരാനെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളിൽ നിന്ന് 3-4 പേരെ സെലക്ട് ചെയ്തു. നമ്മുടെ കണ്ടീഷൻ പറഞ്ഞു, ചർച്ച നടത്തി. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു. അപ്പൊ എന്താണ്? നമുക്കൊരു നല്ലൊരു രീതിയിലുള്ള അനുഭവമാണ് അല്ലെ കിട്ടിയിരിക്കുന്നത്. എന്താണ്? അവര് നമ്മളുടെ നിഷേധിച്ച് കളയത്തില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നിഷേധിക്കാതെ നല്ല രീതിയിൽ നമുക്ക് എന്താണ്? എക്സ്പീരിയൻസ് കിട്ടി അല്ലെ. അതാണ് എക്സ്പീരിയൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാല്. അനുഭവം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് അനുഭവം. മനസ്സിലായോ? നല്ല രീതിയിൽ നമ്മൾ പർച്ചേസിന് ആളുകളെ സെലക്ട് ചെയ്തു. അവര് നമ്മുടെ കണ്ടീഷൻ സ്വീകരിച്ചു. നമുക്ക് എന്ത് ചെയ്തു? മെറ്റീരിയൽസ് തരാനായിട്ട് നമ്മള് ഓർഡർ അവർക്ക് കൊടുത്തു. ക്ലിയർ ആയോ? നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പോയത് അല്ലെ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ് എക്സ്പീരിയൻസ് സ്റ്റേജ്. നല്ല രീതിയിലുള്ള ഒരു അനുഭവം നമുക്ക് ലഭിച്ചു. ക്ലിയർ ആയോ? ഇത്രയുമാണ് വെഞ്ചറെ സെലക്ട് ചെയ്യുന്ന 4 സ്റ്റേജസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർവേ. നമ്മള് 3-4 ആൾക്കാരോട് ചോദിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? 3-4 പേരെ സെലക്ട് ചെയ്തു. മെറ്റീരിയൽസ് തരാമെന്ന് പറഞ്ഞ ആളുകളെ സെലക്ട് ചെയ്തു. അവരോട് എൻക്വയറി നടത്തി. നെഗോഷിയേഷൻ സ്റ്റേജ് കരാറ് ചെയ്തു. ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നത് മുതൽ അത് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ടൈമിങ്ങിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ എക്സ്പീരിയൻസ് സ്റ്റേജില് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഓർഡർ കൊടുത്തു. അവര് നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സ്വീകരിച്ചു. നമുക്ക് നല്ല രീതിയിലൊരു അനുഭവമാണ് ഇതിലൂടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ് എക്സ്പീരിയൻസ് സ്റ്റേജ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് വെണ്ടറെ സെലക്ട് ചെയ്യുന്ന 4 സ്റ്റേജ് ആയിട്ട് പറയുന്നത്. സ്റ്റേജുകൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ലീഡ് ടൈം നോക്കി വെക്കാം. എന്താണ്? ഏത് മുതൽ ഏത് ടൈം വരെയുള്ളതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി എന്താണ് നോക്കിയേ? നെക്സ്റ്റ് നോക്കിയേ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹാവ് ഡ്യൂട്ടി എന്നാക്കണം കേട്ടോ.
have duty. Is dutiful എന്നില്ലേ, അതൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് purchase department have duty to spend money judicially, objectively, honestly and effectively. നോക്കണം കേട്ടോ. ഈസ് ഡ്യൂട്ടിഫുൾ എന്നുള്ളത് വെട്ടിക്കളഞ്ഞിട്ട് ഹാവ് ഡ്യൂട്ടി നോക്കാം. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഡ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ ഡ്യൂട്ടി, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? പണം വിനിയോഗിക്കൽ അല്ലെ, സ്പെൻഡ് മണി. അവിടെ ഒരു കോമിറ്റ് കൊടുക്കാം കേട്ടോ, സ്പെൻഡ് മണി. പിന്നെന്താണ്? ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകപൂർണമായി. ഓക്കെ, ഇനി എന്താണ്? ഒബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞാല് വസ്തുനിഷ്ഠമായി. ഹോണസ്റ്റി അറിയാലോ, സത്യസന്ധമായി. ഇഫക്റ്റീവ്ലി എന്താണ്? ഫലപ്രദമായി. അപ്പോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ പണം വിനിയോഗിക്കൽ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അതിന്റെ ഡ്യൂട്ടി എന്താണ്? നല്ല രീതിയിൽ പണം ചിലവഴിക്കുക. പണം എങ്ങനെയൊക്കെ ചിലവഴിക്കാൻ പറ്റും? നല്ല സത്യസന്ധമായ അല്ലെ, വിവേകപൂർണമായും വസ്തുനിഷ്ഠമായും സത്യസന്ധമായും ഫലപ്രദമായിട്ടും എന്ത് ചെലവഴിക്കണം? മണി സ്പെൻഡ് ചെയ്യണം. അതാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, നെഗോഷിയേഷൻ ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്തി വെക്കണം. നെഗോഷിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കരാറാണെന്ന് പറയുന്നത് അല്ലെ. ആരൊക്കെ തമ്മിലുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇത്? ബയ്യറും സെല്ലറും, വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിലുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് നെഗോഷിയേഷൻ, കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. Negotiation is defined as a discussion on the business transactions. എന്താണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഡിസ്കഷൻ ആണല്ലേ. ബിസിനസ് ട്രാൻസാക്ഷൻസ്, വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അതിന്റെ ഡിസ്കഷൻ ആണ് ഈ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. Leading to finalization of a purchase and സെയിൽസ് കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോ നമ്മൾ കരാർ നടത്തും അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസസുകളുടെ സെല്ലിംഗ് ആൻഡ് പർച്ചേസിംഗ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റുമല്ലോ നമുക്ക്. അതിന്റെ ആ കോൺട്രാക്ടിന്റെ ഒരു ഫൈനലൈസേഷൻ എന്ന് കൂടി നമുക്ക് നെഗോഷിയേഷനെ പറയാൻ പറ്റും. കരാറ് കഴിഞ്ഞാലാണല്ലോ നമുക്ക് എന്താണ് പർച്ചേസിംഗ് ഓർഡർ കൊടുത്തു സാധനങ്ങള് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോ അതാണ് ഈ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനലൈസേഷൻ ആണ്, അന്തിമ തീരുമാനമാണ്. സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കോൺട്രാക്ടിന്റെ അന്തിമ തീരുമാനമാണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് എന്തിനെയാണ്? ഹ്യൂമൻ ബിഹേവിയറിനനുസരിച്ചാണ് അല്ലെ. എന്താണ്? മനുഷ്യ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഈ നെഗോഷിയേഷൻ അല്ലെങ്കിൽ കരാറ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ആശ്രയിച്ച് നിൽക്കുന്നത് ആരുടെ? ഇതാണ് മനുഷ്യ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഈ നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് ബയ്യറും സെല്ലറും തമ്മില്. അതുപോലെ തന്നെ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ഗുഡ്സും സർവീസസും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കോൺട്രാക്ടിന്റെ ഫൈനലൈസേഷൻ, അന്തിമ തീരുമാനം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ നെഗോഷിയേഷൻ?
നെക്സ്റ്റ് നോക്കാം. വായിച്ചോ? നെഗോഷിയേഷൻ വായിച്ചോ മക്കള്? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റിംഗ് ടീം. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്? സവിശേഷതകൾ അല്ലെ. ഗുഡ് നെഗോഷിയേറ്ററിന്റെ അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീംസിന്റെ പലരുടെയും സെല്ലറുടെയും സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് വൺ എന്താണ്? മസ്റ്റ് ഹാവ് ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ എന്നാ പറയുന്നത്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് എന്താ മീനിങ് ചെയ്യുന്നത്? മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. എന്തിനെ കുറിച്ചിട്ട് ഗുഡ് നോളജ് ഉണ്ടായിരിക്കണം? മെറ്റീരിയൽസിനെ കുറിച്ച് അല്ലെ. മെറ്റീരിയൽസിനെ കുറിച്ച് നോളജ് ഉണ്ടാകണം. അതുപോലെ എന്താണ്? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്താ പറയുന്നത്? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്തുദ്ദേശിക്കുന്നത്? നല്ല രീതിയിൽ അല്ലെ രണ്ടുപേരും തമ്മിലുള്ള കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞല്ലേ. ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് ഈ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവർക്ക് തമ്മിൽ എന്തുണ്ടായിരിക്കണം? നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ. എന്താ പറയുന്നത്? ഒഫൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒഫൻസീവ് എന്താ? ഒഫൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്രമണങ്ങൾ ഉണ്ടാക്കാത്ത രീതിയില്. ചിലപ്പോ നമ്മള് ചർച്ചയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും എന്താണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ പ്രൈസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ ആക്രമണസ്ഥരാവാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റും ചർച്ചകളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആക്രമിക്കാൻ, മറ്റുള്ളവരെ ആക്രമിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം അവരുടെ ചർച്ചകള്. ഇനി ഡിഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രതിരോധാത്മകമായ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റൈലും രണ്ടുപേരും കീപ്പ് ചെയ്യണം. മറ്റുള്ളവരെ ആക്രമിക്കാത്ത രീതിയിലും പ്രതിരോധാത്മകമായ രീതിയിലുമായിരിക്കണം അവരുടെ ചർച്ചകള് നടത്തേണ്ടത്. ഇനി എന്താണ്? ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. എന്തായിരിക്കാം? ക്ലിയർ ആൻഡ് വേഗത്തിൽ ചിന്തിക്കുന്നവരല്ലേ. ഇപ്പൊ മറ്റൊരാള് ഒരു കാര്യം പറഞ്ഞു, അപ്പൊ നമ്മൾ വെറുതെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അതിനനുസരിച്ച് ഉചിതമായിട്ടുള്ള എന്ത് കൊടുക്കണം? മറുപടി കൊടുക്കണം അല്ലെ. അതനുസരിച്ച് ചിന്തിച്ചുകൊണ്ട്, പെട്ടെന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഉചിതമായ മറുപടി കൊടുക്കാനായിട്ട് സാധിക്കണം. അതാണ് ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ എന്ന് പറയുന്നത്. ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. എന്തായിരിക്കാം ഗുഡ് ഇന്റർപേഴ്സണൽ സ്കില്ല്? എന്താണ് ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്റർപേഴ്സണൽ മറ്റുള്ളവരോട് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് അല്ലെ. എന്താണ്? നല്ല രീതിയിൽ ഇടപഴകാനായിട്ടുള്ള കഴിവുള്ള ആളുകളായിരിക്കണം ഇന്ററാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ട് എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. ഇതെന്താ പറയുന്നത്? ഉദ്ദേശിക്കുന്നത് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ് അല്ലെ. മെറ്റീരിയൽസിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച്, അതുപോലെ എഗ്രിമെന്റ് എന്തൊക്കെയാണ്, എഗ്രിമെന്റിൽ എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ എഗ്രിമെന്റിനെ കുറിച്ച് അതിന്റെ നിയമവശങ്ങളെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉള്ള ഒരാളായിരിക്കണം ആര്? സപ്ലയർ. അല്ലെങ്കിൽ എന്താണ്? കസ്റ്റമർ ആയാലും സപ്ലയർ ആയാലും ഈ എല്ലാ കാര്യങ്ങളെ കുറിച്ചും, ലോ ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചും
കോൺട്രാക്റ്റിംഗ് എഗ്രിമെന്റ് അക്കൗണ്ട്സ് ആൻഡ് പ്രൈസിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ നോളജ് ഉള്ള ആളുകളായിരിക്കണം. ലോജിക്കൽ തിങ്കർ എന്തായിരിക്കാം? ലോജിക്കൽ തിങ്കർ, ലോജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. പിന്നെന്താണ്? ഗുഡ് ലിസണർ അല്ലെ. മറ്റുള്ളവരിങ്ങനെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ, നമ്മൾ നോക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? അങ്ങനെ പറ്റുമോ? ഒരു കോൺട്രാക്റ്റില് അങ്ങനെ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് എന്താണ് എന്നുള്ളത് കേൾക്കാൻ തയ്യാറായി മറ്റുള്ളവരോട് യഥാർത്ഥ ഉചിതമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാനായിട്ടും തയ്യാറാവണം. അതാണ് ഗുഡ് ലിസണർ. ഒപ്റ്റിമിസ്റ്റിക്. എന്താണ് ഒപ്റ്റിമിസ്റ്റിക്? ശുഭാപ്തി വിശ്വാസം ഉള്ള ആളായിരിക്കണം. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ഇപ്പൊ എന്താണ്? ഒരു നർമ്മോചിതമായിട്ട് ചിന്തിക്കാനായിട്ട് അല്ലെ. എപ്പോഴും എന്താണ് അയാൾ പറയുന്നത് അനുസരിച്ച് നമ്മള് എപ്പോഴും ഇങ്ങനെ ഭയങ്കര പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് നർമ്മോചിതമായിട്ട് അല്ലെ, കോമഡി ഒക്കെ അങ്ങനെയുള്ള ആള് ഒരു ഹ്യൂമർ സെൻസും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഗുഡ് നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ നെഗോഷിയേഷൻ ടീംസിന്റെ രണ്ടുപേർക്കും ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ ഏതൊക്കെയാണ്? ഗുഡ് നോളജ് അല്ലെ, ഗുഡ് നോളജ് ഓഫ് ദ പർട്ടിക്കുലർ മെറ്റീരിയൽ, എഫിഷ്യൻസി കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈല്, ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ, ഗുഡ് ഇന്റർപേഴ്സണൽ സ്കില്ല്, knowledge about the law of contract, contracting agreements, accounting and pricing, logical thinker, good listener, optimistic and sense of humor. Clear ആയോ? ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. കരാറിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ. ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്. എന്താ പറയുന്നത്? സേഫ് ഗാർഡ് എന്താ? സേഫ് ഗാർഡ് എന്താ? എന്തായിരിക്കാം? ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് കരാറ് വെക്കുന്നതെങ്കിൽ കരാറ് ഉറപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കരാറ് വെക്കുന്നതെങ്കിൽ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇൻട്രസ്റ്റും ഗോളും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ഒരു കരാറ് ഉണ്ടാക്കേണ്ടത്. ക്ലിയർ ആയോ? ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റും ഗോളും സംരക്ഷിക്കേണ്ട രീതിയിലായിരിക്കണം കരാറ് വെക്കേണ്ടത്. അതാണ് ഫസ്റ്റ് പറയുന്നത്. ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. ഇനി എന്താണ്? ടു സീ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഇസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ. എന്താ പറയുന്നത്? ചർച്ച നടത്തുമ്പോൾ പ്രതികൂലമായിട്ടല്ല നമ്മൾക്ക്, ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ ആണല്ലോ, നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടിയാണ് ചർച്ച നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നതെങ്കിൽ നമുക്ക് എന്താണ്? നമ്മുടെ അനുകൂലമായിട്ട് വേണം ചർച്ചകൾ കൊണ്ടുപോകാനായിട്ട്. നമുക്ക് അനുകൂലമായ രീതിയിൽ വേണം. ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ അല്ലാതെ, പ്രതികൂലമല്ലാതെ അനുകൂലമായിട്ട് വേണം ചർച്ചകള് നടത്തിക്കൊണ്ടു പോകാൻ. അതാണ് സെക്കൻഡ് പറയുന്നത്. ഇനി എന്താണ്? തേർഡ് നോക്കിയേ. ടു എൻഷുർ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഗെറ്റ് ഓൾ ബെനിഫിറ്റ് വിച്ച് ക്യാൻ ഈസിലി ആൻഡ് കമ്പാരിറ്റീവ്ലി കം ടു ഇറ്റ് ഇൻ നോർമൽ സർക്കംസ്റ്റാൻസസ്. ഇപ്പോ ചർച്ചകൾ നടത്തുമ്പോൾ നമുക്ക് ഈസി ആവുന്ന രീതിയിലും നമുക്ക് യോജിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ചർച്ചകൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് ഗുണകരം, ബെനഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുമായിരിക്കണം ചർച്ചകൾ നടത്തേണ്ടത്. സെയിം പോയിന്റ് തന്നെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൽ ഇതൊന്നും മാറണമെന്നുള്ളൂ കേട്ടോ. സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ചർച്ചകൾ നടത്തുമ്പോൾ നമുക്ക് ഗുണകരമാകുന്ന, നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ മെറ്റീരിയൽസ് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ, ഈസി ആയിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഓർഗനൈസേഷന് ബെനഫിറ്റ് ഗുണകരമാകുന്ന രീതിയിലുമായിരിക്കണം
ചർച്ചകൾ നടത്തേണ്ടത്. ഇനി എന്താണ്? ടു സീ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്യൂച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ ഇറ്റ് ഇസ് നോട്ട് ബാർഗെയിനഡ് ഫോർ ദിസ് പ്രസന്റ്. എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു കരാർ എഴുതുമ്പോ കുറച്ച് നാളത്തേക്ക് അല്ലെ, കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കണം കരാർ എഴുതാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ മെറ്റീരിയൽസ് അയാളുടെ നിന്ന് വാങ്ങിച്ചു, ഇപ്പോ ഇല്ലറൈസ് ആയിരുന്നു, അതിനുശേഷം കരാറ് കഴിഞ്ഞു ചിലപ്പോൾ 2 മാസത്തിനൊക്കെയാണ് കരാർ എഴുതിച്ചതെങ്കിൽ 2 മാസത്തിന് ശേഷം നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ പ്രൈസ് കൂടാനായിട്ട്, ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല, പ്രൈസ് കൂട്ടി വിൽക്കും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? കരാറ് നടത്തുമ്പോ എന്താണ്? കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിൽ കരാറ് നമ്മൾ എഴുതിക്കണം. ക്ലിയർ ആയോ? അത് ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിലപേശൽ അല്ലെ. ചിലപ്പോൾ എന്താണ്? വിലപേശലൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മള് കരാർ എഴുതിക്കുമ്പോൾ കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കണം അത് എഴുതിക്കേണ്ടത്. അതുപോലെ നെക്സ്റ്റ് എന്താ പറയുന്നത്? ensure that the terms and conditions are settled in apparent terms and nothing is left to interpretations which may result in misunderstanding and bitterness. Bitterness എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? വിദ്വേഷം അല്ലെങ്കിൽ കയ്പ് എന്നൊക്കെ പറയാം കേട്ടോ. വിദ്വേഷം, കയ്പ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിദ്ധാരണ അല്ലെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതില് പറഞ്ഞ് സെറ്റിൽ ചെയ്തിരിക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇന്നതാണ് എന്നുള്ളത് ആ കരാറില് പറഞ്ഞ് സെറ്റിൽ ചെയ്തിരിക്കണം. പിന്നീട് അതൊരു തെറ്റിദ്ധാരണയ്ക്കോ അല്ലെങ്കിൽ ഒരു വിദ്വേഷത്തിനോ ഒന്നും ഇടവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടേംസ് ആൻഡ് കണ്ടീഷൻസ് നേരത്തെ മുൻകൂട്ടി പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്നത്. ഇനി നോക്കിയേ, ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് formulating strategies, plan of action designed to achieve a long-term aim and tactics are vital part of negotiation. Formulating strategies എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തന്ത്രങ്ങൾ അല്ലെ. തന്ത്രങ്ങൾ മെനയുക. നമ്മളുടെ ലോങ് ടേം എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മള് തന്ത്രങ്ങള് ആവിഷ്കരിക്കുന്നു. ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തന്ത്രങ്ങൾ തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, തന്ത്രങ്ങൾ. അപ്പോ നെഗോഷിയേഷന്റെ ഒരു പ്രധാന ഭാഗം അല്ലെങ്കിൽ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ടാക്ടിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ. ഓക്കെ, കരാറിന്റെ നെഗോഷിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ പാർട്ടാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് നമ്മളുടെ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ്, ഗോൾസും സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം കരാർ ഉണ്ടാക്കേണ്ടത്. അതുപോലെ സെക്കൻഡ് പറഞ്ഞത് നമ്മൾക്ക് പ്രതികൂലമായിട്ടല്ല അനുകൂലമായിട്ട് വേണം കരാറ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ കരാറ് കമ്പയർ ചെയ്യുന്നത് എന്താണ്? നമ്മൾക്ക് യോജിക്കുന്ന രീതിയിൽ, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം കരാറ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ എന്താണ്? ഫ്യൂച്ചറിൽ കരാർ എഴുതിക്കുമ്പോൾ ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്ന കരാറ് വേണം എഴുതിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും വിലപേശാനൊക്കെ സാധിക്കാതെ വരും. ഓക്കെ, പിന്നെന്താ പറയുന്നത്? നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കരാർ എഴുതുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റിൽമെന്റ് ചെയ്തിട്ട് വേണം കരാറ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷമോ ഉണ്ടാക്കുന്ന രീതിയിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കരാറ് ചെയ്യുമ്പോൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റിൽ ചെയ്യണം. അതുപോലെ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്. ലോങ് ടേം എയിംസ് സെറ്റിൽ അല്ലെങ്കിൽ എന്താണ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാം. ഇനി നെഗോഷിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ടാക്ടിക്സ്, തന്ത്രങ്ങൾ. ഇനി നോക്കിയേ, നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഇൻക്ലൂഡ് ആണ്? ആരൊക്കെയാണ്? പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, particular person from the user department. ഈ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ എന്താണ് ആൻഡ് മോസ്റ്റ്ലി പ്രോബബ്ലി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ. എന്താണ് ഒരുപക്ഷെ അഡ്മിനിസ്ട്രേഷനും കമ്മിറ്റിയിൽ ഉണ്ടാകാം. ക്ലിയർ ആയോ? ഇത്രയും പേരടങ്ങുന്നതാണ് നെഗോഷിയേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരൊക്കെയാണ്? പർച്ചേസ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്, പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, അതിലെ ഏതെങ്കിലും ഒരു പേഴ്സൺ. അതുപോലെ തന്നെ എന്താണ് ചിലപ്പോ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടാം. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ് ഒന്ന് വായിച്ചു നോക്കി. Your objectives. കമ്മിറ്റി വായിച്ചോ? കമ്മിറ്റി ഓക്കെ ആണോ? ഇനി എന്താണ് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ? പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ നമുക്ക് നോക്കാം. 3 phases ആണ് നെഗോഷിയേഷൻ പ്രോസസ്സിൽ പറയുന്നത്. പ്രീ നെഗോഷിയേഷൻ ഫേസ് ഉണ്ട്, മീറ്റിംഗ് ഫേസ് ഉണ്ട്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഉണ്ട്. പ്രീ നെഗോഷിയേഷൻ ഫേസ് നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പ്രീ നെഗോഷിയേഷൻ ഫേസിനുള്ളത്. എന്താണ്? നെഗോഷിയേഷന് മുമ്പുള്ള ഫേസ് ആണ് ഈ പ്രീ നെഗോഷിയേഷൻ ഫേസ്. കരാറിന് മുമ്പുള്ള ഫേസ്. നെഗോഷിയേഷന് മുമ്പുള്ള ഫേസ് ആണ് പ്രീ നെഗോഷിയേഷൻ ഫേസ്. അതില് 5 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് നോക്കിയേ, കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ. എന്താണ്? മെറ്റീരിയലിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ വേണം. അതുപോലെ എന്താണ്? അനലൈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേപ്പറിലൊക്കെ എന്താണ് ടെൻഡർ വിളിക്കുന്നു, ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തവരിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ, പേപ്പറൊക്കെ വായിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അതിലെന്താണ് ഈ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കരാറാണ്. അപ്പൊ കരാറിൽ അവര് ഇന്ന പ്രൈസ്, ഇന്ന ക്വാളിറ്റി, ഇന്ന ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ടെൻഡർ നോക്കിയിട്ട് അവർക്ക് യോജിച്ച തരത്തിലുള്ള ടെൻഡർ അവര് നോക്കി സ്വീകരിക്കുന്നു. അതിനുശേഷം എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ. ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. നമുക്ക് എത്രത്തോളം ഇത് വെച്ചിട്ട് ഈ കരാറ് വെച്ച് മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നോക്കുന്നു. അതിനുശേഷം എന്താണ്? ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്. തന്ത്രങ്ങൾ മെനയുന്നു, ഡെവലപ്പ് ചെയ്ത് വികസിപ്പിക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് വണ്ണാണ് ഇത് പ്രിലിമിനറി ടാക്ടിക്. അല്ലെ, പ്രാഥമിക തന്ത്രങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ്. ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കി പഠിക്കാം കേട്ടോ. പ്രീ നെഗോഷിയേഷനിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പ്രീ നെഗോഷിയേഷനിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോ പ്രീ നെഗോഷിയേഷന്റെ സ്റ്റെപ്പ് ഒന്ന് പഠിക്കണം. ഫസ്റ്റ് എന്താണ് പറയുന്നത്? കറക്റ്റ്. ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരാറ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കരാറ്. അപ്പോ ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ, മെറ്റീരിയൽസിന്റെ ഇൻഫർമേഷൻ മനസ്സിലാക്കുന്നു. അബൌട്ട് ദ ഇൻഫർമേഷൻ ഓഫ് മെറ്റീരിയൽ. അതുപോലെ തന്നെ എന്താണ്? ടെൻഡർ, പല ടെൻഡറുകളും ഉണ്ടാവും. അപ്പൊ അവർക്ക് യോജിച്ച ടെൻഡറുകള് നോക്കി എടുക്കുന്നു. അവർക്ക് യോജിച്ച എന്താണ്? ക്വാളിറ്റി, ക്വാണ്ടിറ്റിയിൽ, പ്രൈസിൽ, അങ്ങനെയുള്ള ടെൻഡറുകൾ ഏതൊക്കെയാണ് അവർക്ക് യോജിച്ചത് എന്ന് നോക്കിയിട്ട്
അവരത് സ്വീകരിക്കുന്നു. അതിനുശേഷം എന്താണ്, അവരുമായിട്ട് ചർച്ച നടത്തി നമുക്ക് എത്ര ഇതിൽ മുമ്പോട്ട് പോവാം, മാക്സിമം എത്ര പോകാൻ പറ്റും എന്നുള്ളത് ചർച്ച നടത്തി എന്താ ചെയ്യുന്നുണ്ട്, ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നത്, അല്ലെ, തന്ത്രങ്ങള് മെനയുന്നു. അതിനുശേഷം പ്രാഥമിക തന്ത്രങ്ങൾ എടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രീ നെഗോഷിയേഷനിലുള്ളത്. ഇനി സെക്കൻഡ് ഫേസ് ആണ് എന്ത്, മീറ്റിംഗ് ഫേസ്. അപ്പൊ പ്രീ നെഗോഷിയേഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇത് മീറ്റിംഗ് ഫേസ്. will not be complete in one meeting. അപ്പൊ ഒരു മീറ്റിംഗ് കൊണ്ട് ഈ നെഗോഷിയേഷൻ അല്ലെങ്കിൽ എന്താണ് ഈ കരാറ് അവസാനിക്കുന്നില്ല, കംപ്ലീറ്റ് ആകുന്നില്ല. ഓക്കെ, ഈ മീറ്റിംഗില് 3 ഫേസസ് ആണ്, അല്ലെങ്കിൽ 3 മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഫേസിലുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. 2 parties introduce themselves and information analyzed. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗില് എന്താണ് ചെയ്യുന്നത്, ആ 2 പാർട്ടീസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ, ഇൻട്രൊഡക്ഷൻ നടത്തി അവരെ 2 പേരെയും കൂടി മനസ്സിലാക്കുന്ന പേര്, കാര്യങ്ങൾ, ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ നടത്തി അതിനുശേഷം ഇൻഫർമേഷൻസ് അനലൈസ്, വിശകലനം ചെയ്യുന്നു. ഇനി സെക്കൻഡ് മീറ്റിംഗ് ആണ് ഡിസ്കഷൻ മീറ്റിംഗ്, അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസ് ഡിസ്കസ്ഡ്, അല്ലെ, ഇന്ന റേറ്റിൽ വേണം, ഇന്ന ക്വാളിറ്റി വേണം, ഇന്ന ക്വാണ്ടിറ്റിയിൽ തരണം, ഇങ്ങനെ ചർച്ച നടത്തുന്നു. അതാണ് ഇഷ്യൂ ഡിസ്കസ്ഡ്. ക്ലിയർ ആയോ ഡിസ്കഷൻ മീറ്റിംഗ്? ഇനി ലാസ്റ്റ് മീറ്റിംഗ് ആണ് എഗ്രിമെന്റ്, അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്, 2 പേരും കൂടി എഗ്രിമെന്റ് വെക്കുന്നു. Agreement reached at and the contract is signed by both the parties. 2 പാർട്ടീസും ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റിലൊക്കെ ചെയ്ത് 2 പേരും മുൻപോട്ട് പോകാം എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, കരാറില് ഒപ്പിടുന്നു. അതാണ് എഗ്രിമെന്റ് മീറ്റിംഗ്. അപ്പൊ മീറ്റിംഗ് ഫേസിൽ 3 തരം മീറ്റിംഗ് ആണുള്ളത്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗില് ആദ്യം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനുശേഷം ഇൻഫർമേഷൻസ് വിശകലനം ചെയ്യുന്നു. സെക്കൻഡിൽ എന്താ പറഞ്ഞത്, ഡിസ്കഷൻ മീറ്റിംഗ്, അല്ലെ, ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നു. ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ് ഇവയെ കുറിച്ചൊക്കെ ചർച്ച നടത്തി അതാണ് ഇഷ്യൂസ് ഡിസ്കസ്ഡ്. അതിനുശേഷം എന്താണ്, എഗ്രിമെന്റില് സൈൻ ചെയ്യുന്നു. അതാണ് എഗ്രിമെന്റ് മീറ്റിംഗ്. ക്ലിയർ ആയില്ലേ? വായിച്ച മനസ്സിലാവില്ലേ? എളുപ്പമല്ലേ ഇത് പഠിക്കാനായിട്ട്? ഇനി എന്താണ് സി എന്താണ് നോക്കിയേ, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്, എക്സിക്യൂട്ടീവ് ഫേസ്. കേട്ടാ, ചോദിക്കാം എക്സിക്യൂട്ടീവ് ഫേസിന്റെ മറ്റൊരു പേരെന്താണ്, അല്ലെങ്കിൽ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിന്റെ മറ്റൊരു പേരെന്താണ്? ഓക്കെ, അടയാളപ്പെടുത്തി പഠിച്ചോളണം കേട്ടോ. എന്താണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്, അല്ലെ. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്, അല്ലെ, എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസിലാണ് എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത്. അതിന്റെ സ്റ്റെപ്പ് നോക്കിയേ, ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. എന്താണ് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്, അല്ലെ. നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, സെല്ലറിനോട് ബയർ പറയുന്നു എന്താണ്, എനിക്ക് ഇത്ര ഓർഡർ തരണം. അപ്പോ പർച്ചേസ് ഓർഡർ ബയർ കൊടുക്കുന്നു, അല്ലെ, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ഇനി അതിനുശേഷം എന്താണ്, സെല്ലറുടെ സോഴ്സസുകൾ, അല്ലെ, മെറ്റീരിയൽസ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്, ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്, സോഴ്സസുകളെ ഇൻസ്പെക്ഷൻ നടത്തുന്നു, എന്താണ് നിരീക്ഷിക്കുന്നു. അതിനുശേഷം എന്താണ്, ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ യുവർ സ്റ്റോർ, ഞങ്ങളുടെ സ്റ്റോറിലെ ഒരു പ്രത്യേക ഇനം സ്വീകരിക്കുന്നു. അപ്പോ ആ സെല്ലറുടെ സ്റ്റോഴ്സിലെ റിസോഴ്സുകളെ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തി നമുക്ക് ഏത് മെറ്റീരിയൽസ് ആണോ വേണ്ടത് എന്നുള്ളത് ഓർഡർ കൊടുക്കുന്നു. അപ്പൊ സെല്ലറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആ മെറ്റീരിയൽസ് സ്വീകരിച്ചു. ഇനി ഫോർത്ത് വൺ എന്താണ്, ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. പ്രിമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പരിശോധന.
ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലുകളിലേക്കാണ് ഇപ്പൊ മെഡിസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് അതെത്തി അവിടെ മാനുഫാക്ചറിംഗ് കമ്പനീസിൽ നിന്ന് അതെത്തി അവിടെ ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന ഓർഡറിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടോ, ഇത്രയും പ്രൈസ് ഇത്രയുമാണോ, ഇത്രയും ക്വാളിറ്റി ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ചെക്ക് ചെയ്യുന്നു. അതാണ് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. ഹോസ്പിറ്റലുകളിലേക്ക് ആ മെറ്റീരിയൽസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. ഇത്രയും ക്വാളിറ്റിയിലാണോ വന്നിരിക്കുന്നത്, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടോ, പ്രൈസ് എത്രയാണ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. ഇനി ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്, നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. റെക്കോർഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്റർ, ഈ ആക്സെപ്റ്റ് ചെയ്ത മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് രജിസ്റ്ററിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇനി ഇൻസ്റ്റാളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഓർ സ്റ്റോറിംഗ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില കൂടിയ അസറ്റ് ആണ് കേട്ടോ. വില കൂടിയ അസറ്റിനെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ എന്താണ്, സ്കാനേഴ്സ്, ഓട്ടോക്ലേവ്സ് മെഷീൻസ് ഒക്കെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് അല്ലെ. ദീർഘനാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന വില കൂടിയ എക്യുപ്മെന്റ്സിനെയാണ് നമ്മള് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിന് ചെയ്യുന്നത് ഇൻസ്റ്റാൾ, മെഷീൻസ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫീസിൽ വരുന്നത്. അല്ലെങ്കിൽ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിന്റെ മറ്റൊരു പേരാണ് എക്സിക്യൂട്ടീവ് ഫേസ്. എഗ്രിമെന്റ് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓർഡർ കൊടുക്കുന്നു, അവിടെ സോഴ്സസുകൾ അല്ലെ, അവിടെ പോയിട്ട് നമ്മളുടെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പരിശോധന നടത്തി നമ്മൾ ഓർഡർ കൊടുത്തു. നമ്മളുടെ ഹോസ്പിറ്റലിലോട്ട് ഈ മെറ്റീരിയൽസ് കൊണ്ടുവന്നു, അവിടെ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തി ആവശ്യമായവ ആക്സെപ്റ്റ് ചെയ്ത് മറ്റുള്ളവ റിജക്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ സ്കാനേഴ്സ്, ഓട്ടോക്ലേവ് പോലുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്, വില കൂടിയ വസ്തുക്കളാണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ സ്വീകരിച്ചതെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇനി വേറെ മെറ്റീരിയൽസ് ആണ് സ്വീകരിച്ചതെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ പഠിച്ചിട്ട് വരാം. ഓക്കെ, കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു.